ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 7th സ്റ്റാൻഡേർഡിലെ ഹിന്ദി 2024-25 അധ്യയന വർഷത്തെ ആനുവൽ ഇവാലുവേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് നോക്കൂ. छह गतिविधियों दिए दे इनमें इसे किन्हीं 5 गतिविधियों का उत्तर लिखें. ചില 6 ഗതിവിധികൾ പ്രവർത്തനങ്ങൾ നൽകിയിട്ടുണ്ട്. അതിലേതെങ്കിലും 5 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ओके, നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കിയാലോ. ഗതിവിധി 1, സൂചന. डायरी का अंश पढ़ें और प्रश्नों के उत्तर लिखें. ഡയറിയുടെ ഒരു ഭാഗം ഇവിടെ നൽകിയിട്ടുണ്ട്, അത് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ കൂട്ടുകാരെ, നമുക്ക് ഡയറി വായിച്ച് നോക്കാം. 27 जून 2022 झारखंड. रिम्स झारखंड का सबसे बड़ा സർക്കാരി अस्पताल है. റിംസ് എന്താണ്? ജാർഖണ്ഡിലെ ഒരു വലിയ സർക്കാരി ആശുപത്രിയാണ് അല്ലേ. इस अस्पताल में एक रिपोर्ट लेने में कतार में गड़ी थी. എന്താണ് പറയുന്നത്? ഈ ആശുപത്രിയിൽ ഇസ് അസ്പത്താൽ എന്ന് പറഞ്ഞാൽ ഈ ആശുപത്രിയിൽ एक റിപ്പോർട്ട് ലേനെ മേം കത്താർമേ ഗഡീതി. കത്താർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതെ, ക്യൂ അല്ലേ, അതായത് ലൈന്, നമ്മൾ വരിയിൽ നിൽക്കില്ല, അതിനാണ് പറയുന്നത്. ഓക്കെ, ഇസ് അസ്പത്താൽ മേം ഏക്ക് റിപ്പോർട്ട് ലേനെ മേം കത്താർമേ ഗഡീതി. ഈ ആശുപത്രിയിൽ ഒരു റിപ്പോർട്ട് വാങ്ങുന്നതിന് വേണ്ടി ഞാൻ വരിയിൽ നിൽക്കുകയായിരുന്നു. മേരെ ആകെ ഏക് വ്യക്തി ഘടാത. എൻ്റെ മുന്നിലായിട്ടൊരു വ്യക്തി നിൽക്കുന്നുണ്ടായിരുന്നു. ഉസേ ബി കോയി റിപ്പോർട്ട് ലേനെ ദി. അദ്ദേഹവും എന്താണ്? ഒരു റിപ്പോർട്ട് വാങ്ങുന്നതിന് വേണ്ടി നിൽക്കുകയാണ് അല്ലേ. പൈസ ജമാ കത്തെ വക്ത് ഉസ്കെ പാസ് 20 रुपये का कम पड़ रहे थे. എന്താ പറയുന്നത്? പൈസ ജമ കർത്തേ വക്ത്, അതായത് പൈസ കൊടുക്കുന്ന സമയത്ത് എന്താണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ എത്ര രൂപയുടെ കുറവുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. 20 रुपये कम पड़ रहे थे. 20 രൂപയുടെ കുറവുണ്ടായിരുന്നു. വക്ത് എന്ന് പറഞ്ഞാൽ അതെ സമയം അല്ലേ, സമയം. ഓക്കെ, അപ്പോൾ അത് എന്താ പറഞ്ഞിട്ടുള്ളത്? അദ്ദേഹത്തിന് പൈസ കൊടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ 20 രൂപയുടെ കുറവുണ്ടായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ പഠിച്ചൊരു ഡയറി തന്നെയാണല്ലേ കൂട്ടുകാരെ ഇത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയാലോ. ജാർഖണ്ഡ് കാ സബ്സെ ബഡ അസ്പത്താൽ കാ നാം ക്യാ ഹെ. ജാർഖണ്ഡിലെ വലിയ അസ്പത്താലിൻ്റെ പേര് എന്താണ്? അത് റിംസ് എന്നാണ് അല്ലേ. ഫസ്റ്റ് തന്നെ പറയുന്നുണ്ട്, ഫസ്റ്റ് സെൻറ്റൻസ് നോക്കൂ. റിംസ് ജാർഖണ്ഡ് കെ സബ്സെ ബഡയ സർക്കാരി അസ്പത്താൽ ഹെ. അപ്പോൾ ജാർഖണ്ഡ് കെ സബ്സെ ബഡ അസ്പത്താൽ കാ നാം ക്യാ ഹെ? യെസ്, റിംസ്. ദെൻ ലേഖ് കഹാ ഗഡീതി. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ലേഖ് കഹാ ഗഡീതി. ലേഖക്ക് എവിടെയാണ് നിൽക്കുന്നുണ്ടായിരുന്നത്? എവിടെയാണ്? യെസ്, കതാർമേ അല്ലേ, വരിയിലല്ലേ. സോ ആൻസർ എഴുതാം കതാർമേ. देन पैसे जमा करते वक्त कितने रुपये के कम पड़ रहे. പൈസ നോക്കുന്ന സമയത്ത് എത്ര രൂപയുടെ കുറവാണ് ഉണ്ടായിരുന്നത്? ലാസ്റ്റ് സെൻറ്റൻസ് പറയുന്നുണ്ടല്ലോ, നോക്കൂ. പൈസ ജമാ കർത്തേ വക്ത് ഉസ്കെ പാസ് 20 रुपये का पड़ रहे थे. എത്ര രൂപയുടെ കുറവാണ്? 20 രൂപയുടെ കുറവല്ലേ. അപ്പം നമുക്കറിയാം 20 रुपये. ആൻസർ എന്താണ്? 20 रुपये. ദെൻ നാലാമത്തെ ചോദ്യം, നീചെ ദിയെ ഗയെ ശബ്ദോं का समानार्थक शब्द डायरी से ചുൻകർ ലിഖേം. ഇവിടെ താഴെ കുറച്ച് വേർഡ്സ്, അതായത് 2 വേർഡ്സ് നൽകിയിട്ടുണ്ട്. വേർഡ്സിന് സമാന അർത്ഥം വരുന്ന വേർഡ്സ് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡയറിയിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, പങ്ക്തി. പങ്ക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? അതെ, വരിയല്ലേ. നമ്മളിവിടെ വരിക്ക് പകരം ഏത് വേർഡാണ് ഉപയോഗിച്ചത്? നോക്കൂ, ഏക് റിപ്പോർട്ട് ലേനേമേം കത്താർമേം ഗഡീതി എന്ന് പറയുന്നുണ്ടല്ലേ. അപ്പോൾ ആൻസർ എന്താണ്? കത്താർ. ദെൻ സമയ് എന്ന മീനിങ് വരുന്ന വേർഡ് ഇതിലേതാണ്? അത് ഈ വക്താണ് അല്ലേ. ലാസ്റ്റ് സെൻറ്റൻസിൽ പറയുന്നുണ്ട് സമയ്. യെസ്, വക്ത്. ഓക്കെ, ദെൻ ഡയറിക്ക് ഉചിത ശീർഷക്. ഡയറിക്ക് ഒരു ഉചിതമായ ശീർഷകം നൽകാനാണ് അടുത്ത ചോദ്യം അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടൈറ്റിൽ കൊടുക്കാവുന്നതാണ്. സർക്കാരി അസ്പത്താൽ എന്നോ റിംസ് എന്നോ, അതായത് നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് ഈ ഒരു ഡയറിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് ഒരു ടൈറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യുക? യെസ്, എഴുതുക. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. गतिविधि 2, सूचना. पोस्टर तैयार करें. आपके स्कूल में हिंदी क्लब के नेतृत्व में जन्नत के बच्चे नामक ईरानी फिल्म का प्रदर्शन होने वाला है. इसकी सूचना देते हुए पोस्टर तैयार करें. എന്താ പറഞ്ഞിട്ടുള്ളത് കൂട്ടുകാരെ? പോസ്റ്റർ തയ്യാറാക്കാനാണല്ലേ. आपके स्कूल में हिंदी क्लब के नेतृत्व में जन्नत के बच्चे नामक ईरानी फिल्म का प्रदर्शन होने वाला है. എന്താണ്? നിങ്ങളുടെ സ്കൂളിൽ ഹിന്ദി ക്ലബിൻ്റെ നേതൃത്വത്തിൽ ജന്നത്ത് കെ ബച്ചെ എന്ന
ഹിറാനി ഫിലിമിൻ്റെ പ്രദർശനം നടത്തുന്നുണ്ട്. ഇസ്കി സൂചന ദേത്തെ ഹുയെ പോസ്റ്റർ തയ്യാർ കരേം. ഇതിനെ സൂചിപ്പിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പോസ്റ്റർ തയ്യാറാക്കണം. ഈ ഒരു പ്രവർത്തനമൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണല്ലേ. ടെക്സ്റ്റ് ബുക്ക് ഒരു ആക്ടിവിറ്റി തന്നെയായിരുന്നല്ലേ നമുക്ക്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒരു കോളമൊക്കെ വരച്ചൊരു ബോർഡറൊക്കെ വരച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? പോസ്റ്റർ തയ്യാറാക്കാം. നോക്കൂ, ഹിന്ദി ക്ലബ് കെ നേതൃത്വമേ, ദെൻ നമുക്ക് എന്ത് വലുതാക്കിയിട്ട് ജന്നത്ത് കെ ബച്ചെ, ദെൻ ഇറാനി ഫിലിം കാ പ്രദർശൻ. നെക്സ്റ്റ് നമുക്ക് എന്ത് എഴുതാം? സ്കൂൾ സഭാഗൃഹമേ, സ്ഥലം എഴുതണം അല്ലേ. അപ്പോൾ സ്കൂൾ സഭാഗൃഹമേ. നെക്സ്റ്റ് നമുക്ക് സമയം എഴുതാം, സുബഹ് 10 ബജെ. ദെൻ ലാസ്റ്റ് എന്താണ് എഴുതേണ്ടത്? ആപ് സബ്കാ സ്വാഗത് ഹേ, എല്ലാവർക്കും സ്വാഗതം എന്നല്ലേ. അപ്പം നിങ്ങളും എന്ത് ചെയ്യുക? ഇതുപോലെ ഒരു പോസ്റ്റർ തയ്യാറാക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കൂ, ജന്നത്ത് കെ ബച്ചെ നാമക് ഫിലിം കെ മുഖ്യ കിർദാർ കോൺ കോൺ ഹേ. ജന്നത്ത് കെ ബച്ചെ എന്ന ജന്നത്ത് കെ ബച്ചെ എന്ന ഫിലിമിലെ മുഖ്യ കിർദാർ എന്ന് പറഞ്ഞാൽ കഥാപാത്രങ്ങളല്ലേ. പ്രധാന കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആരൊക്കെയാണ് കൂട്ടുകാരെ പ്രധാന കഥാപാത്രങ്ങൾ? നമുക്കറിയാം ആരൊക്കെയാണ്? സഹറയും അലിയാണല്ലേ. ആരൊക്കെയാണ്? സഹറയും അലിയുമാണ്. ആൻസർ എന്താണ്? സാഹ്റ അലി. ദെൻ ഗതിവിധി 3 നോക്കിയാലോ? 3 നോക്കാം നമുക്ക്. സഹി മിലാൻ കരയും. എന്താ പറഞ്ഞിട്ടുള്ളത്? ശരിയായ രീതിയിൽ യോജിപ്പിക്കാനാണല്ലേ. നമുക്ക് ഓരോ വേർഡ്സ് ആയിട്ട് നോക്കാം. നോക്കൂ, ശുക്രിയ മീൻസ് നന്ദി അല്ലേ. ദെൻ മദത് പറഞ്ഞാൽ എന്താണ്? ഹെൽപ്പ്, സഹായം. ദെൻ കിർദാർ നമ്മളിപ്പോൾ പറഞ്ഞു എന്താണ്? കഥാപാത്രം അല്ലേ. അതായത് എന്താണ്? കഥാപാത്രം. ദെൻ ജംഗൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വനം അല്ലേ, കാട്. ജംഗൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കാട്. ദെൻ ജന്നത്ത്, സ്വർഗമല്ലേ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് കോളത്തിലുള്ള വേർഡ്സ് നോക്കാം. നോക്കൂ, കഥാപാത്, വൻ, സ്വർഗ്, ധന്യവാദ്, സഹായത. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ശരിയായ രീതിയിൽ യോജിപ്പിച്ചെഴുതാമല്ലോ. അപ്പോൾ ശുക്രിയ ഏതായിരിക്കും വരിക? അത് ധന്യവാദ് അല്ലേ. ദെൻ മദത്, സഹായത. ദെൻ കിർദാർ, കഥാപാത്ര. ജംഗലോ, വൻ അല്ലേ. ദെൻ ജന്നത്ത്, സ്വർഗ്. അപ്പോൾ ഇതുപോലെ നിങ്ങളും എന്ത് ചെയ്യുക? ശരിയായ രീതിയിൽ യോജിപ്പിച്ച് എഴുതുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഗതിവിധി 4 സൂചന ഗൺ പടയും ഓർ പ്രശ്നമൊക്കെ ഉത്തരലിക്കുകയും. ഇവിടെ ഒരു പാരഗ്രാഫ് നൽകിയിട്ടുണ്ടല്ലേ. ആ പാരഗ്രാഫ് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. കേരള ഓർ തമിഴ്നാടു की सीमा पर बसे जंगल की बात के एक खदनी अपने दोनों बच्चों के साथ सड़क पर पार कर रही थी. साइकिल शहर जा रहे थे. एक युवक ने इनका वीडियो बना लिया. कुछ महीनों पर यह वीडियो खूब फैला. ഓക്കെ, നമ്മൾ പഠിച്ചൊരു പാഠഭാഗം തന്നെയാണ് അത് ഇവിടെ നൽകിയിട്ടുള്ളത്. അതിലൊരു പാരഗ്രാഫാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മീനിങ് ഒന്നും പറയണ്ടല്ലോ. നമുക്ക് ക്വസ്റ്റ്യൻസ് നേരെ നോക്കിയാലോ? ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഗണ്ഡേസെ ദോ രാജ്യവും കാ നാം ചുൻകർ ലിഖേ. എന്താണ്? ഈ ഖണ്ഡികയിൽ നിന്ന് എന്ത് ചെയ്യുക? ഞങ്ങൾ 2 സ്ഥലങ്ങളുടെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് തന്നെ പറയുന്നുണ്ടല്ലോ, ഏതാണത്? കേരൾ ഓർ തമിഴ്നാട് അല്ലേ. കേരളവും തമിഴ്നാടും അല്ലേ. അപ്പോൾ നമുക്ക് ആൻസർ എഴുതാം, കേരൾ, തമിഴ്നാടു. ഇതിന് ഹദിനിക്കു കിത്തനെ ബച്ചേതേ. ഹദിനിക്ക് എത്ര കുട്ടികളുണ്ടായിരുന്നു? സെക്കൻഡ് സെൻറ്റൻസിൽ പറയുന്നുണ്ടല്ലേ. ഹദിനിക്ക് എത്ര കുട്ടികളാണുള്ളത്? ദോ ബച്ചേം. ദോ ബച്ചേം അല്ലേ, 2 കുട്ടികളല്ലേ. അപ്പോൾ ആൻസർ എന്താണ്? ദോ ബച്ചേ. ദെൻ യുവക് കഹാം ജാ രഹേത്. യുവക് എങ്ങോട്ടേക്കാണ് പോയിരുന്നത്? എങ്ങോട്ടേക്കാണ്? ഷഹർ അല്ലേ, പട്ടണമല്ലേ. പട്ടണത്തിലേക്കല്ലേ പോകുന്നത്. ആൻസർ എന്താണ്? ഷഹർ. ദെൻ കിസ്നെ വീഡിയോ ബനാലിയ. ആരാണ് വീഡിയോ ഉണ്ടാക്കിയതെന്നാണ് ചോദിച്ചില്ലേ. ആരാണ്? നോക്കൂ, നോക്കൂ. സൈക്കിൾ സെ ഷഹർ ജാ രഹേ ഏക് യുവക് നെ ഇനിക്കോ വീഡിയോ ബനാലിയ. അപ്പം ആരാണ്? ഒരു യുവകാണല്ലേ. അപ്പം നമുക്ക് ആൻസർ എഴുതാം, ഏക് യുവക് നെ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് നോക്കൂ, ഗതിവിധി. നെക്സ്റ്റ് 5th ക്വസ്റ്റ്യൻ ഉണ്ടല്ലേ. ഓക്കെ, വൻ ശബ്ദ കാ സമാനാർത്ഥക ശബ്ദ ഖണ്ഡേസി ചുൻകർ ലിഖേ. വന എന്ന അർത്ഥം വരുന്ന, അതായത് കാട് എന്ന മീനിങ് വരുന്ന ശബ്ദ് ഈ ഖണ്ഡികയിൽ നിന്ന്, ഈ പാരഗ്രാഫിൽ നിന്ന് എടുത്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ഏതാണ്? അതെ, ജംഗലാണല്ലേ. വന എന്ന ശബ്ദം വരുന്നത്. വന എന്ന ശബ്ദത്തിന് സമാനാർത്ഥകം ഏതാണ്? ജംഗൽ. ആൻസർ എന്താണ്? ജംഗൽ.
ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഗതിവിധി 5 ആണല്ലേ. ഗതിവിധി 5. സൂചന ബിന്ദുവും की സഹായതാ से 5 വാക്യ लिखें. ബിന്ദുക്കളുടെ ആ സഹായത്തോട് കൂടിയിട്ട് 5 വാക്യങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കിവിടെ കുറച്ച് ഹിൻസ്, അതായത് ബിന്ദുക്കൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുപയോഗിച്ച് സെൻറ്റൻസ് എഴുതുന്നത് എങ്ങനെയാണ് നോക്കൂ. പ്രേം കെ മഹത്വ पर 5 വാക്യ लिखें എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. എക്സാമ്പിൾ നൽകിയിട്ടുണ്ട് നോക്കൂ. ജൈസെ പ്രേം സെ അവിശ്വാസ് ഗത്തം കർത്താ ഹേ. ഇവിടെ നോക്കൂ, അവിശ്വാസക്കെ ഗത്തം കർത്താ ഹേ എന്ന് നമുക്ക് മൂന്നാമതൊരു സെൻറ്റൻസ് നൽകിയിട്ടുണ്ട് അല്ലേ. അപ്പം അത് ഉപയോഗിച്ച് പ്രേം കെ മഹത്വ पर 5 വാക്യല്ലേ എഴുതേണ്ടത്. അപ്പം അത് ഉപയോഗിച്ച് നമ്മൾ എങ്ങനെയാണ് സെൻറ്റൻസ് എഴുതിയിട്ടുള്ളത്. യെസ്, പ്രേം സെ അവിശ്വാസ് ഗത്തം കർത്താ ഹേ. നെക്സ്റ്റ് സെൻറ്റൻസ് നമുക്ക് എങ്ങനെ എഴുതാം കൂട്ടുകാരെ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എഴുതാം प्रेम ताकत मूल्य है. देन नेक्स्ट प्रेम से समर्पण ला सकता है. देन प्रेम अविश्वास के गतम करता है. देन प्रेम के एक दूसरे पर हमला नहीं करता है. देन प्रेम से लालच गतम होता है. देन प्रेम से इंसानियत अंकुरित तो होती है. അപ്പം നിങ്ങളും എന്ത് ചെയ്യുക, ഇതുപോലെ ഒരു 5 സെൻറ്റൻസ് തയ്യാറാക്കുക. ഓക്കെ, ഇതെങ്കിൽ വിധി നോക്കാം. ഗതിവിധി 6 നോക്കാം. സൂചന ഡയറി തയ്യാർ കരേം. നിങ്ങളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ഡയറി തയ്യാറാക്കാനാണ് അല്ലേ. ഓക്കെ, നോക്കൂ. രാജു 7വീं कक्षा में പഠിത്താ ഹേ. രാജു 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ആജ് വഹ് ജന്നത്ത് കെ ബച്ചേ നാമക് സിനിമ ദേക്ക. എന്താണ് അവന് ജന്നത്ത് കെ ബച്ചേ എന്ന സിനിമ കാണാൻ പോയി. അലി ഓർ സാഹ്റ നാമക് ബച്ചേക്കോ ഉനിക്ക് അച്ഛാ ലഗ. അലിയും സാഹ്റ എന്ന പെൺകുട്ടിയും അവൾക്ക് എന്താണ് അവനെ ഇഷ്ടപ്പെട്ടു. വഹ് ഇസ് സിനിമ ക മുഖ്യ കിർദാർ ഹേ. അവരായിരുന്നു ഈ സിനിമയുടെ മുഖ്യ കഥാപാത്രങ്ങൾ. ബായി ബഹൻ ക ആപസി പ്യാർ ഉൻകി ഗരീബി സബ് മൻ സെ നഹീ ജാതി. അപ്പം നമുക്ക് നൽകിയിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? യെസ്, രാജു കെ ഡയറി കൽപ്പന കർക്കെ ലിഖേം. രാജുവിൻ്റെ ഡയറി നമ്മളോട് ഇമാജിൻ ചെയ്ത് എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് അത് നടന്ന കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഈ പാരഗ്രാഫിൽ നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒരു ഡയറിയുടെ ഫോർമാറ്റിലാക്കിയിട്ട് എഴുതിയാൽ മതി. അപ്പോൾ ഡയറി എഴുതുമ്പോൾ ഒരു കോർണറിലായിട്ട് ഡേറ്റും ഡേയൊക്കെ എഴുതുക. ദെൻ നെക്സ്റ്റ് നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? ഡയറിയാണ് എഴുതുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു പോയതല്ലേ, അപ്പോൾ ഒക്കെ പാസ്റ്റ് ടെൻസിലാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, ദെൻ ജന്നത്ത് കെ ബച്ചെ ഫിലിം ക ദൃശ്യ കഹാം സെ ശുരു ഹോത്തി ഹേ എന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. ജന്നത്ത് കെ ബച്ചെ എന്ന ഫിലിം ദൃശ്യം കഹാം സെ എവിടെ നിന്നാണ് തുടങ്ങുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. എവിടെ നിന്നാണ്? സ്കൂൾ, ബാസാർ, അസ്ബത്താർ. ബാസാറിൽ നിന്നല്ലേ, ചന്തയിൽ അങ്ങാടിയിൽ നിന്നല്ലേ. സോ ആൻസർ എന്താണ്? ബാസാർ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.